തുടരും അങ്ങനെ ഗംഭീരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ പ്രൊമോഷൻ സ്ട്രാറ്റജി ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ ഒന്നും പുറത്ത് വിട്ടിട്ടില്ലായിരുന്നു. എല്ലാം വളരെ ഇതൊരു ഫാമിലി ഡ്രാമ എന്നുള്ള രീതിയിൽ വളരെ ഹൈപ്പ് കുറച്ച് ഇതൊരു സാധാരണ സിനിമയാണെന്ന് ദൃശ്യത്തിൽ ജിത്തു ജോസഫ് ചെയ്ത അതേ പ്രാക്ടിക്കൽ അതേ സാധനം തന്നെയാണ് അവരിതിലും ചെയ്തത്. അതായത് ദൃശ്യം എന്ന് പറഞ്ഞാൽ ഒരു കയ്യിലൊരു ആറ്റം ബോംബ് വെച്ചിട്ട് ഇതൊരു സാധാ ഫാമിലി സിനിമയാണെന്ന് ഫസ്റ്റ് ദൃശ്യത്തിൻ്റെ കാര്യം പറയുന്നത് ജിത്തു ജോസഫ് ചെയ്തായിരുന്നു. അതായത് ഒന്നും ആലോചിക്കണം, ദൃശ്യം എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു മെമ്മറീസ് സിനിമ റിലീസാവുന്നത് 2013. അതിനുശേഷം 2 മാസം കൊണ്ട് ഷൂട്ട് ചെയ്ത് ഡിസംബറിൽ പടം ഇറക്കുകയാണ് ചെയ്തത് ദൃശ്യം. വളരെ പെട്ടെന്ന് തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് പെട്ടെന്ന് തന്നെ ഷൂട്ടിങ് വളരെ കുറച്ച് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് ഇപ്പോഴേ തന്നെ ഇറക്കി. അങ്ങനെ ചെറിയൊരു സാധാരണ ഒരു ഹൈപ്പും ഇല്ലാതൊരു സിനിമ ഇറക്കുകയാണ്. അവർ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞതുമില്ല. അതേ പ്രാക്ടിക്കൽ സ്കില്ല് അല്ലെങ്കിൽ അതേ പ്രൊമോഷൻ സ്ട്രാറ്റജി തന്നെയാണ് തരുൺമൂർത്തി ചെയ്തത്. വളരെ ചെറിയൊരു സിനിമ, ഒരു ഫാമിലി ഡ്രാമ എന്നുള്ള രീതിയിൽ. അതിലാകെ ഒരു ഹൈപ്പ് ഉണ്ടായത് ലാലേട്ട ഒരു ഭരദ്വാജ് രംഗൻ്റെ ഇൻ്റർവ്യൂവിൽ കൊടുത്തൊരു ഇതാണ്, ഒരു ദൃശ്യം കൈൻഡ് ഓഫ് മൂവി ആണെന്ന് പറഞ്ഞതാണ് ഇതിൻ്റെ ഹൈപ്പ് കൂടാൻ കാരണം. പിന്നെ ട്രെയിലർ വന്നപ്പോഴും അത്യാവശ്യം ചെറിയൊരു ഹൈപ്പ് വന്നു. അതുവരെ ഇതൊരു ഫാമിലി ഡ്രാമ എന്നുള്ളൊരു സാധാരണ സിനിമ പോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തുമായാലും നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ സിനിമ സംസാരിക്കട്ടെ എന്ന് മാത്രം പറയുക. അതിന് മുന്നേ ഒന്നും തള്ളാതിരിക്കുക, സിനിമ സംസാരിക്കുക.